നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട് മണ്ഡലത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രീതിയിലേക്കാണ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യുന്നത്. കുട്ടനാട് UDF സ്ഥാനാർത്ഥിയായി റെജി ചെറിയാൻ മത്സരിക്കുമെന്നാണ് അഭ്യൂഹം. റെജി ചെറിയാൻ കുട്ടനാട് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കര കയറുമോ എന്ന ചോദ്യമാണ് ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൽ പങ്കെടുക്കുന്നത് 100 പേരാണ്. ഇനി കുട്ടനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. റെജി ചെറിയനെ കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ UDF സ്ഥാനാർത്ഥി ആരാണെങ്കിലും ജയിക്കും. അതുകൊണ്ട് ആരാണ് ജയിക്കുന്നത്? അത് ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാ? ആണോ? ജയിക്കാൻ സാധ്യതയുണ്ടോ? ഉറപ്പാ ജയിക്കും. യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ടാ തർക്കമില്ല പറയണേ. തർക്കമില്ല പറഞ്ഞാൽ അങ്ങനെയുള്ള നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം പൊങ്ങി ഇവിടെ എല്ലാം കിടന്നിട്ടും കടത്തിൽ കിടന്ന വെള്ളമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കയറ്റി എല്ലാവരും രക്ഷിച്ച ആളാണ്. ജയിക്കും. ചെറിയ ജയിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ജയിക്കും പറയുന്നത്? ജയിക്കും എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ MLA പ്രവർത്തന രീതികൾ വളരെ മോശമായിരുന്നു. പിന്നെ ഇപ്പോൾ UDF നല്ല ട്രെൻഡാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നിരിക്കുന്ന UDF നല്ല ട്രെൻഡാണ്. ഉണ്ട്. എന്തുകൊണ്ടാ? കോൺഗ്രസ്സുകാർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലമില്ല. വീട് സ്ഥലമില്ലാതെ ഞങ്ങൾക്കൊരു വീട് വേണം. വീട് വേണം. നിങ്ങൾക്ക് വേറെ ആരും വീട് വെച്ചൊന്നില്ല? ഇല്ല. എത്ര വർഷമായി വീടില്ലായിരിക്കല്ലോ? 2008 മുതൽ ഞങ്ങള് വാടകയ്ക്കാണ്. പപ്പായും മമ്മിയും ഇറക്കി വിട്ടാണ്. ഇറക്കി വിട്ടോ? വാടകയ്ക്ക് ആണ്. ഈ അങ്ങോട്ട് നോക്കി പറയാം, ആരെങ്കിലും വീട് വെച്ച് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത്. ആ വീട് ഇല്ല എന്നുള്ളതാണ്. വീട് സ്ഥലം ഞങ്ങക്ക് വേണം സ്വന്തമായിട്ട്. ഞാൻ ഓട്ടോ വിറ്റാ ജീവിക്കുന്നേ. ഭർത്താവിന് കണ്ണ് കാഴ്ചയില്ല, പലുവിന്റെ അസുഖം, നടുവേന, പിന്നെ ഇപ്പൊ ഓപ്പറേഷൻ. നിങ്ങൾക്ക് വീടില്ല എന്നാ പറയുന്നത് അല്ലേ? ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടണം നമ്മളുമായി അല്ലേ? വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലേ? പിന്നെ എന്റെ മോക്ക് പഠിക്കാൻ എനിക്ക് പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ലോട്ട് വിറ്റ എന്റെ കൊച്ചിനെ പഠിപ്പിക്കുന്നു. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ MLA വളരെ മോശമായ ഈ ആണ്. സാധ്യത ഉണ്ടോ? മണ്ഡലത്തിലൊന്നും ചെയ്യുന്നില്ല. ആണോ? ജയിക്കും. എന്തുകൊണ്ടാ? ആള് നല്ലതായതുകൊണ്ട്. നല്ലതെന്ന് പറയുന്നേ കഴിവുള്ള പുള്ളി ആയതുകൊണ്ട്. ആണോ? കഴിവുണ്ടോ? കഴിവുണ്ട്. സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ് സാധ്യത കൂടുതൽ പറയുന്നത്? ഇവിടെ കുട്ടനാട് ഒത്തിരി നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് കുടിവെള്ളത്തിന്റെ പ്രശ്നം, പിന്നെ റോഡുകള്, ഇതൊന്നും പുള്ളി വന്നിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനൊരിടത്തോട് ചിന്താധികാരെന്ന് പറഞ്ഞാലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ വോട്ട് ജയിക്കാൻ സാധനമുള്ളത് ചോദിച്ചാൽ ഇവിടെ ഇടതുപക്ഷം ജയിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യത്തില്ല? വോട്ട് ചെയ്യും. അല്ല, വോട്ട് ചെയ്യും. റെജി ചെറിയാൻ ചെയ്യത്തില്ല? ചെയ്യും. ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. എങ്ങനെ? ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ആള് പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അനുകൂല സാഹചര്യമാണ്. അതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് അങ്ങനെ പറയുന്നത്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ശബരിമല വിഷയവും മറ്റുള്ള കേസുകെട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജയിക്കാൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് റെജി ചെറിയാൻ. നല്ല പ്രവർത്തനമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ ചെന്ന് കാണും, അവർക്ക് ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിയുന്ന ഏതെങ്കിലും വീടുകളിൽ അവിടെ എത്തി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ജയിക്കാൻ 100% സാധ്യതയാണ്. പുള്ളിയെ ജയിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പുള്ളി ജയിക്കത്തുള്ളൂ. പുള്ളി നമ്മുടെ കുട്ടനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ തോമസ് അല്ലേ ഇപ്പോഴത്തെ? പുള്ളിയെ കൊണ്ട് പലതും നടന്നിട്ടില്ല. മെയിനായിട്ടുള്ളത് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതുവരെ നടന്നില്ല. വരുന്നവരെല്ലാം പറയുന്നുണ്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും അത് തന്നെയല്ല, ഇവിടെ കൂടുതലും ഞങ്ങളുടെ ഈ ഏരിയയിൽ UDFകാരാണ് ജയിക്കാൻ സാധ്യതയുണ്ട്. അതിനോടാ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്? അതായത് നല്ലൊരു മനുഷ്യനായതുകൊണ്ട്. നല്ല മനുഷ്യനാണോ? അതെ. അതിനോട് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരവും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നുണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? കുട്ടനാടിന്റെ ഇപ്പോഴത്തെ വികസനം വളരെ മോശമായ അവസ്ഥയിലാണ്. കുടിവെള്ളമില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ഉണ്ട്. സാധ്യത UDFന് ഇവിടെ സാധ്യതയുള്ള സ്ഥലമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇടതുപക്ഷത്തോട് ഉള്ള എതിർപ്പ് കൊണ്ട് ഇടതുപക്ഷത്തോട് അങ്ങനെ കാര്യമായ സ്നേഹം ഇപ്പം പൊതുജനങ്ങൾക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, അഴിമതിയും അക്രമവും. അത് തന്നെ. തോമസ് ഇവിടെ വന്ന് 5 വർഷക്കാലം ഇവിടെ ഭരിച്ചു. പുള്ളിച്ചേട്ടൻ കൊണ്ട് ഒരു പുരോഗതി നമുക്ക് കണ്ടില്ല ഈ നമ്മുടെ ഈ ഏരിയയിൽ. കാരണം വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിന്റെ ഈ 7ാം വാർഡ് തരിപ്പഞ്ച 7ാം വാർഡ് ഒരു വികസനം ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും 60 മാത്രമേ ഉള്ളൂ. റെജി ചെറിയാൻ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായാൽ ആയാലും എനിക്കറിയില്ല. എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് പറയാൻ പറ്റിയല്ല. ഞങ്ങൾ പാർട്ടിക്കാരാണ്.
ഏത് പാർട്ടിക്കാരാ? CPM ആണ്. അപ്പൊ CPM ജയിക്കും എന്ന് പറയാൻ പറ്റും. CPM ജയിക്കും, ആണോ? ഉറപ്പായിട്ട് ജയിക്കും. എന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിരവധി കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യത്തിലും പുറമോട്ട് പോകാൻ പറ്റത്തില്ല. ജയിക്കാൻ പാടാ. ആണോ? എന്തുകൊണ്ടാ പാടാന്ന് പറയുന്നത്? പാടാ, ജയിക്കാൻ പാടാ. എന്തുകൊണ്ടാ ഇല്ല എന്ന് പറയുന്നത്? ഇല്ല, LDF ഇവിടെ നമ്മളെ ഈ നാട്ടുകാർക്കെല്ലാം ചെയ്ത ഗുണങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇവിടെ LDF തന്നെ വീണ്ടും അടുത്ത സാധ്യതയില്ല. ഇല്ല. എന്തുകൊണ്ടാ? പുള്ളി ഇവിടെ ആർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അറിയില്ല. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാ തീർച്ചയായിട്ടും എന്ന് പറയുന്നത്? ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുന്നിലിരുന്ന MLA തോമസ് ചാണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ പുതിയൊരാൾ വരുമ്പം റിജി ചെറിയാനെ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൾക്കാർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അങ്ങോട്ട് നോക്കാം. ഇവിടെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്, ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാ? കോൺഗ്രസിന്റെ ഇതിലായതുകൊണ്ട് കോൺഗ്രസിന്റെ പാലിൽ നിന്നാൽ കോൺഗ്രസിന്റെ പാനലിൽ നിൽക്കണം, ഇല്ലെങ്കിൽ ജയിക്കില്ല. ഇല്ല, ജയിക്കത്തില്ല. എന്തുകൊണ്ടാ ജയിക്കില്ല പറയുന്നത്? ജയിക്കുന്നത് പറയുന്നത് ഇപ്പം ഈ ഭരണം കണ്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ഇപ്പോഴത്തെ ഭരണം എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ, പിന്നെ അതിക്കുള്ള അറിയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ UDF കാരനും LDF കാരനും ഒരു ഉണ്ടം ചെയ്തിട്ടില്ല. BJP വന്നാലോ? BJP വന്നാൽ ഇവിടെ BJP കാരില്ലല്ലോ. പിന്നെ ആര് ഭരിക്കണം എന്നാ പറയുന്നത്? ആരും ഭരിക്കണ്ട, നോട്ടാക്കി വോട്ട് ചെയ്യുന്ന ആളാണ്. ജയിക്കാൻ സാധ്യതയുണ്ട് സാറേ, സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത എന്ന് പറയുന്നത്? പുള്ളി നല്ലൊരു മനുഷ്യന്, കാര്യമൊക്കെ പറയാമല്ലോ. നമ്മൾ ഇവിടെ പൊതുജനങ്ങളുടെ മുമ്പിൽ പുള്ളിയെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. പുള്ളിക്ക് നല്ല വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 100% പുള്ളി ഒരു 40,000 വോട്ടിന് ജയിക്കും. 40,000 40,000 ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നല്ലേ, ഞങ്ങൾ വെളി വർക്ക് ചെയ്യുന്നതല്ലേ. 40,000 വോട്ടിൽ ജയിക്കും. വോട്ട് ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. ജയിക്കാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? UDFന്റെ സീറ്റായത്, UDFന്റെ സീറ്റായിരുന്നു. അതിപ്പോ അങ്ങനെ ഇന്നിപ്പം കേരള കോൺഗ്രസിന്റെ ആയാലും വരും. സാധ്യത കുറവായി. നിയമസഭയിൽ UDFന് സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സീറ്റ് കുറച്ച് പിടിക്കും, ഏകദേശം ബലാബലം പിടിക്കും. പക്ഷേ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനം കുറച്ച് നന്നായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സ്വീകാര്യമുള്ള ആൾ തന്നെ. അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പറയുന്ന പുള്ളി ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. കുട്ടനാട് വന്നാൽ നിങ്ങൾ ജയിപ്പിക്കുവോ? നമ്മൾ ജയിപ്പിക്കുമോ വെച്ചാൽ തീർച്ചയായിട്ടും ജയിക്കാൻ ചാൻസ് ആണ്. എന്തുകൊണ്ടാ? നന്മ ഉണ്ട്, പുള്ളിക്കാരൻ്റെ നന്മ ഉണ്ട്, പ്രവൃത്തിയും ആൾക്കാർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു. ജയിക്കും. എന്തുകൊണ്ടാ? ജനങ്ങളുമായിട്ട് നല്ല സാമീപ്യമുള്ള മനുഷ്യനാണ്. അതെങ്ങനെ പറയാൻ കഴിയും? അത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ അതിലൊക്കെ ആണോ? എന്തുകൊണ്ടാ ജനങ്ങളായിട്ട് നല്ല സാമീപ്യം എന്ന് പറയുന്നത്? ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തില് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അയൽവാസിയാണല്ലേ? അയൽവാസി അല്ല, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് ജനങ്ങളായിട്ട്? എങ്ങനെയാ ജനങ്ങളായിട്ട് നല്ല സാമീപ്യം. അതുകൊണ്ട് മാറ്റം ആവശ്യമാണെങ്കിൽ LDF ഭരിക്കണം, വന്നാ റെഡിയാവും. LDF വരണം. പിണറായി വിജയൻ ഭരിച്ചെങ്കിലേ ഈ നാടിന് നേട്ടം ഉണ്ടാകത്തുള്ളൂ. സാധ്യതയുണ്ട്, പക്ഷെ മാറ്റം നല്ല അനിവാര്യമാണ്. മാറ്റം ഒരുപാട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഗ്രാമപ്രദേശമാണ് ഇത്. ഇവിടങ്ങളിൽ ഒരു ചെറിയ വഴികളാണ്, ഓട്ടോറിക്ഷ കയറി പോകുന്നു, ചെറിയ ടിപ്പർ ലോറി കയറി പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള വഴികളൊക്കെ ഉണ്ട് ഇവിടെ. ഒന്നും നന്നാക്കിയിട്ടൊന്നുമില്ല. അത് ഇവിടെ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് അങ്ങോട്ടൊക്കെ പോകാനില്ല, അതിന് ചൊവ്വനേരെ കാണാൻ പറ്റും. മാറ്റം വരണം. ജയിക്കാൻ ഇവിടെ ജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാ? അയാളെ ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് അറിയപ്പെടുന്ന ആളല്ല. ഇവിടെ പുള്ളി ഒരുപാട് ജനസമ്മതിയുള്ള ആളല്ല. തീർച്ചയായും ജയിക്കണം. അതെന്തുകൊണ്ടാ? പുള്ളി സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു ഇതുണ്ടായിരുന്നു. ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യതയാണ് അങ്ങനെ എൻ്റെ വിശ്വാസം. എനിക്ക് രാഷ്ട്രീയം പറയാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണെന്ന് ഈ രാഷ്ട്രീയത്തോട് അത്ര വേർത്ത്, അതുകൊണ്ടാണ് പറഞ്ഞു മനസ്സിലായി. ഈ വേർത്ത് അത് ആര് നിന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കാൻ സാധ്യതകൾ ഏറെയുണ്ട്. എന്തുകൊണ്ടാ? കാരണം ഈ അടുത്ത നാളിലായിട്ട് അദ്ദേഹം ഒത്തിരി ജനസേവകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ജനസമുദായന ഒരു നേതാവായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് സാധ്യതകളുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ UDFന്റെ തരംഗമാണ്. അതുപോലെ തന്നെ പുള്ളിയെ വളരെ താല്പര്യമാണ് ആൾക്കാർക്ക്. ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥിയെ റേച്ചറിയാൻ വന്നു കഴിഞ്ഞാൽ സാധ്യത ഇല്ലാതില്ല, സാധ്യത ഉണ്ട്. കാരണം പുള്ളി ഇത് ഉന്നവിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോഴത്തേക്ക് സാധ്യത ഉണ്ട്, ഇല്ലാതില്ല. എന്തുകൊണ്ടാ ഇല്ലാതില്ല എന്ന് പറയുന്നത്? സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. തോമസ് കെ തോമസ് ഇവിടെ നിന്നു, പക്ഷേ തോമസ് കെ തോമസിനെ കൊണ്ട് പരിചയമുള്ള കുറച്ച് ആൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളത് ഒരു പൂർണ്ണമായി ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. വളരെ നല്ല ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാ?
എന്താ വെച്ചാൽ പുള്ളി നല്ലൊരു സാമൂഹിക പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ആ. ഒരു പുതിയതായിട്ട് പേര് കേട്ട മനുഷ്യനാണ്. നല്ല പുള്ളിയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? കോൺഗ്രസ് കോൺഗ്രസ് ആയതുകൊണ്ടാ? കോൺഗ്രസ്സുകാരിയാണോ നിങ്ങള്? പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് ജയിക്കുന്ന എന്തുകൊണ്ടാ പറയണേ? കോൺഗ്രസ്സുകാരെ ജയിക്കുന്ന യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുണ്ട്. രജിച്ചറിയാൻ്റെ എന്നല്ല, യു ഡി എഫിന് സാധ്യതയുണ്ട് മൊത്തം കണക്കൂട്ടാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഈ പല സ്ഥലത്തും പല കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതും ദോഷമായിട്ടുള്ളതുണ്ട്, നല്ലതായിട്ടുണ്ട്. പിന്നെ 2 ടേൺ അവർ 3ാമത്തെ ടേൺ അവർ ഇരുന്നില്ല. അപ്പോൾ അത് കഴിയുമ്പം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നതുകൊണ്ട് പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ നല്ല കാര്യം ചെയ്യുന്നു പറയുന്നത്? പുള്ളി പിന്നെ അനാഥാലയങ്ങൾക്കും അല്ലാതെ സ്പോർട്സ് സംബന്ധമായിട്ട് കുറെ കാര്യങ്ങൾ പാവപ്പെട്ട അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിട്ടാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് പുള്ളിയെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. വികസനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സാധാരണക്കാരെ അറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ വരുന്ന ആൾക്കാർക്ക് അതായതുകൊണ്ട് വികസനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജയിക്കണമല്ലോ. എന്തുകൊണ്ടാ ജയിക്കണം എന്ന് പറയുന്നത്? ചേട്ടൻ കാര്യം ബാക്കി പറയില്ല. ചേട്ടൻ എന്തുകൊണ്ടാ ജയിക്കണം എന്ന് പറയുന്നത്? എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഇതൊന്നും ഇല്ല. മാറ്റം ആവശ്യമുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ വരേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. പറ്റുമെന്ന് എനിക്ക് പറയാൻ ഒക്കത്തില്ല. എന്തുകൊണ്ടാ? ജയിക്കാൻ തോൽവിയൊക്കെ 2 വെള്ളം തോന്നിയാൽ ഏതൊരു വെള്ളം ജയിക്കും. അതേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ആര് ജയിക്കും നമുക്ക് പറയാൻ ഒക്കത്തില്ല. തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. പുള്ളിയെ നേരത്തെ ഇവിടെ ഈ ഫീൽഡ് ഇറങ്ങി അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം പുള്ളിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നേ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ എല്ലാം മാറിയില്ലേ? പിന്നെ ഞാനൊരു പ്രവാസിയാണ് മോനെ. എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ശരിയായിട്ട് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഒരു 10 ദിവസത്തേക്ക് വന്നാൽ ഒരു 32 വർഷമായിട്ട് നമ്മൾ വെളിയിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ എങ്ങനെയാണ് അതൊരു വല്ലാത്ത ചോദ്യമായി. നമുക്കതിനെപ്പറ്റി നമുക്ക് അത്ര ഗ്രാഹ്യമില്ല. ജയിക്കും. എന്തുകൊണ്ടാ? പുള്ളിയുടെ പ്രവർത്തനം അങ്ങനെയുണ്ട്. ആണ് ജയിക്കുന്ന പറയുന്നത്? സാധ്യത ഉണ്ടാവുമെന്നാണ് തോന്നുന്നു. അത് എന്തുകൊണ്ടാ തോന്നുന്നു പറയുന്നത്? നമുക്ക് വലിയ അറിവില്ല അതിനെപ്പറ്റി. മാറ്റം ആവശ്യമാണ്. എന്താണ് അങ്ങനെ പറയുന്നത്? മാറ്റം ആവശ്യമെന്ന് പറയുന്നത്? കുട്ടനാട് ഒത്തിരി വികസനങ്ങൾ വരേണ്ടതാണ്. ഇപ്പം NCP സീറ്റാണ് കുട്ടനാട്. 2 പ്രാവശ്യം NCP ജയിച്ചു. അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ നിന്നാൽ ജയിക്കാൻ പാടാണ്. പിന്നെ ഭരണം ഉണ്ടായി എന്നെ 3 ഊഴവും ഭരിക്കും. ഞാൻ ചോദിക്കുന്നത് റെജി ചെറിയാൻ ഇവിടെ UDF സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാ കിട്ടുന്നില്ല? കുട്ടനാടാണ് കിട്ടത്തില്ല. ഒരു മിനിറ്റ്. സാധ്യതയില്ല. അല്ല എന്തുകൊണ്ടാ? സാധ്യതയുണ്ടോ? ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ട്. ഇടതുപക്ഷം റെജി ചെറിയാൻ സാധ്യതയില്ല. ഒരറിയില്ല. ഇലക്ഷൻ കഴിയാതെ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആര് ജയിക്കുമെന്ന് ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിയുമ്പോഴൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല ഇലക്ഷൻ കഴിയാതെ നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും ജയിക്കേണ്ട സാധ്യത മൊത്തം. എന്തുകൊണ്ടാ സാധ്യത എന്ന് പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നല്ലൊരു മനുഷ്യനാണ് അങ്ങേര്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് അങ്ങേര്. എല്ലാവർക്കും ഇഷ്ടമുള്ള മനുഷ്യനാണ്. എന്തുകൊണ്ടാ ഇഷ്ടമുള്ള മനുഷ്യന്ന്? ഇഷ്ടമുള്ള മനുഷ്യനെ ചോദിച്ചാല് നല്ലൊരു വ്യക്തിയാ, അത്രേ ഉള്ളൂ. ആരാ? റെജി ചെറിയാൻ. രജി ചെറിയാൻ. നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കൊന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും പിടിക്കുന്ന ആളല്ല. ആയിക്കോട്ടെ. എന്നാലും ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യത ചോദിച്ചാൽ പിന്നെ ഏത് പാർട്ടിക്കാരെന്നൊന്നും എനിക്കറിയില്ല. UDF കേരള കോൺഗ്രസ് കേരള UDF ഇല്ലേ, കണിശമായിട്ട് ജയിക്കും. കണിശമായി ജയിക്കും. എന്തുകൊണ്ടാ? അതിനാ വെച്ചാൽ UDF തരംഗമായിപ്പം. റെജി ചെറിയാൻ നിന്നാൽ സൂപ്പറായിട്ട് ജയിക്കും. യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് UDF തരംഗമായിപ്പം, അതുകൊണ്ടാണ് ജയിക്കുമെന്ന് പറയുന്നത്. ഇവിടെ LDF ഭരിക്കാൻ നമ്മൾ അതിനുള്ള സാധ്യതയുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങളാണ് മൊത്തം. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? നല്ല പ്രവർത്തനം വെച്ചോണ്ട്. നല്ല പ്രവർത്തനം. എന്തുകൊണ്ടാ നല്ല പ്രവർത്തനം എന്ന് പറയുന്നത്? അതൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും 100% ജയിക്കും. അതിനോട് 100% പറയുന്നത്. സത്യസന്ധമായിട്ട് കോൺഗ്രസ് ഇത്തവണ കാരണം വരണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ നാട്ടിലൊരാളാണെങ്കിൽ ഇവിടുത്തെ വിഷയങ്ങൾ അറിഞ്ഞ് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അദ്ദേഹം ഒരു വല്ലപ്പോഴും ഒന്ന് വരും, അല്ലെങ്കിൽ ഒരു ഓഫീസ് കാണുമായിരിക്കും. ഇവിടെ നാട്ടിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഉള്ള ആളായിരിക്കും. ജയിക്കും. അതെന്തുകൊണ്ടാ? UDFന്റെ ഒരു തരംഗം ഇപ്പം ആണ്. UDF തരംഗമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തരംഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരംഗം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പറയാൻ നമുക്കറിയത്തില്ല. UDF ജയിക്കും. UDFന്റെ സ്ഥാനാർത്ഥി റെജി ചെറിയാൻ നല്ല UDF കാഞ്ഞു പിടിച്ചാൽ ഇത്തവണ ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. വർഷങ്ങളായിട്ട് ഇത് കുട്ടനാട് നിയോജകമണ്ഡലം എന്ന് പറയുന്ന UDFന് മേൽക്കൈയുള്ളതാണ്. പിന്നെ ചില സാങ്കേതിക ഇപ്പം KC ജോസഫ് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. KC ജോസഫിന്റെ കത്തോലിക്ക സഭയും ഇവിടെ വോട്ടും LDFന്റെ വോട്ടും കൂടെ കൂടിയാണ് KC ജോസഫ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിക്കാൻ സാധ്യതയുണ്ടോ? ആര്? KC ജോസഫ്. റെജി ചെറിയാൻ. ഞാൻ പറഞ്ഞല്ലോ റെജി ചെറിയാൻ എന്നുള്ളതല്ല, UDFന് ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് UDFന്റെ പിന്നെ ജോലി ചെയ്യുന്ന പോലെ ഇരിക്കും UDFന്റെ ജയ സാധ്യത. മിക്കവാറും ജയിക്കാൻ സാധ്യതയുണ്ട്. എന്താ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം? അത് ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കുട്ടനാട് ഒരു UDF സീറ്റാണ്. സിറ്റിംഗ് MLA നമ്മുടെ തോമസ് ആണ്. പുള്ളിയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ കാര്യത്തിലൊക്കെ പുള്ളി ഇടപെടും. തീർച്ചയായിട്ടും ജയിക്കണം. എന്തുകൊണ്ടാ? എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ വയ്യ. ഞാൻ എന്തോ പറയാം. എനിക്ക് പക്ഷേ ഇങ്ങനെ പാർട്ടിയായിട്ടൊന്നുമില്ല. UDFന്റെ ഒരു ഇതെന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണ് ജയിക്കും. തീർച്ചയായിട്ടും ജയിക്കും. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ പുള്ളി മുൻകാല ഭരണത്തിലൊക്കെ പുള്ളി വലിയ നേട്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ട്. ഉണ്ട്. രജിച്ചെറിയാൻ ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ഇപ്പൊ ഇത്തവണത്തെ ഭരണവികാരം അതാണ്. ജയിക്കുന്നു. UDFിനാണ് എല്ലായിടത്തും ഒരു മുൻകൈ ഉള്ളത്. രജിച്ചെറിയാൻ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ പരിചയങ്ങൾ പോലും ഇല്ല. നമുക്ക് ഞങ്ങളുടെ ഇവിടെ നാട്ടിലെ നമ്മുടെ ഒരു സുഹൃത്തും എല്ലാമായിട്ട് സജി ജോസഫിന് സീറ്റ് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും. പുള്ളി വരണമെന്നാണ്, പുള്ളിക്ക് സീറ്റ് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. റെജി നിന്ന് കഴിഞ്ഞാൽ വോട്ട് കൊടുക്കത്തില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ വലിയ പരിചയമില്ല. അതാണ് ഞങ്ങൾ കൊടുക്കാൻ സാധ്യതയില്ല. ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? പുതിയൊരു കാൻഡിഡേറ്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ മോശമായ പ്രവൃത്തികളും വികസനങ്ങളും പോരായ്മകളും ഉണ്ട്. ജയിക്കും. മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടാ മാറ്റം ആവശ്യം എന്ന് പറയുന്നത്? അത് നമുക്ക് അനുഭവം കൊണ്ടല്ലേ അറിയുന്നുള്ളൂ. അതെ, റെജി ചെറിയാൻ നിന്നാൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടോ UDFന്? സാധ്യത ഉണ്ടോന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. മാറ്റം വരണം. ഇനിയും പുതിയ ആൾ ആരാണെന്ന് വെച്ചാൽ പ്രവർത്തനം ഒന്നും നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. പുതിയ ആൾ വന്നാൽ ചിലപ്പോൾ വിജയിക്കാൻ സാധ്യത വരും. UDFന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. നല്ല സ്ഥാനാർത്ഥികളാണെങ്കിൽ ജയിക്കാനൊരു സാധ്യത ആണോ? ഉണ്ട്. UDF ആണോ ജയിക്കുക ഇനി? അടുത്ത തെരഞ്ഞെടുപ്പിന് UDFന് ഒരു സാധ്യത ഉണ്ട്. എനിക്ക് പറയാൻ പറ്റത്തില്ല സാറേ. എന്തുകൊണ്ടാ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ജനങ്ങളുടെ മനസ്സിലെ കാര്യം നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് വരും ഇലക്ഷൻ കഴിഞ്ഞ് നോക്കാം. ഇലക്ഷൻ കഴിഞ്ഞാൽ പറയാം ആര് ജയിച്ചെന്ന്. അതെ, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കാനൊരു ചെറിയ സാധ്യതകൾ തിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? എവിടുന്നാ സാധ്യത തിരിഞ്ഞു വന്നിട്ടുള്ളത്? ഈ ക്ഷേത്ര മോഷണം അതൊരു വലിയ വിഷയമായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? ജയിക്കാം. സാധ്യത ഉണ്ട്. ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാ സാധ്യത എന്ന് പറയുന്നത്? സാധ്യത എന്ന് പറയുന്നത് കഴിഞ്ഞാൽ തോമസ് ആണ് നിൽക്കുന്ന ഒന്ന് തുഷാർ വെള്ളാപ്പള്ളിയാണ് നിൽക്കുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പം ചെറിയാൻ ജയിക്കാനാണ് സാധ്യത. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? സ്വാധീനം ഉള്ളതുകൊണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാധീനം ഉള്ളതാണോ? ജയിക്കും. ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുന്നതോ എന്തായാലും അത് എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? സ്വാധീനം കൊണ്ടായിരിക്കും പറയുന്നത്. അങ്ങനെ സ്വാധീനം. എന്ത് സ്വാധീനമുള്ളേ? ജനങ്ങളുമായിട്ടുള്ള അടുപ്പം. ജയിക്കും. എന്തുകൊണ്ടാ? അത് ജയിക്കും. ഇവിടെ എല്ലാവർക്കും നല്ല ജയിക്കും. രജിച്ചെറിയാൻ UDFന്റെ സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? കുട്ടനാട്ടിലുള്ള സ്ഥാനാർത്ഥികളുണ്ടല്ലോ. പുറത്തുള്ള സ്ഥാനാർത്ഥികളുടെ ആവശ്യമില്ല. ഞാൻ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ പുള്ളി നല്ലൊരു വ്യക്തിയാണ്, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ UDFന് ചാൻസ് കൂടുതലാണ്. ആണോ? റെജി ചെറിയാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. UDFന്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. ജയിക്കത്തില്ല. എന്തുകൊണ്ടാ? സജി ചെറിയാൻ ഇവിടെ അംഗീകരിക്കത്തില്ല. അത് തന്നെ. സജ്ജി അല്ല, റെജി ചെറിയാൻ. റെജി ചെറിയാൻ അത് കേട്ടിട്ടില്ല. ആ പേര് അറിയില്ല. ആ പേര് കേട്ടിട്ടില്ല. ഉണ്ടോ? കേരള കോൺഗ്രസിലെ കേരള കോൺഗ്രസ് ഞാൻ കേരള കോൺഗ്രസിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വാർഡ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ അതെല്ലാം ചിന്നി പോയപ്പോൾ നമ്മൾ ജയിക്കാൻ സാധ്യത ഉണ്ടോ? റെജി ചെറിയാനോ? ഇല്ല, എനിക്കറിയില്ല. UDF സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സുകാർ ആത്മാർത്ഥമായിട്ട് നിൽക്കത്തില്ല. വോട്ട് പൂർണ്ണമായിട്ട് അവരെല്ലാവരുടെയും കൂടെ കിട്ടുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ മാർജിന് തോറ്റുപോകും. നോക്കാൻ സാധ്യതകളുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അട്ടിമറിയൊക്കെ നടത്തി മുകളിൽ കയറാമെങ്കിൽ കയറാം. പിന്നെ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വളരെ ഇവിടെ UDFന് വളരെ വോട്ട് കുറവാണ്. LDFന്റേതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടും മറ്റുള്ള ഇതര LDF പാർട്ടിക്കാരുടെയും വോട്ടുകളും ജയിക്കണമെന്നോ? എന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ സമയമില്ല. ഞാൻ ധരോണിക്കാരാണ്. നിങ്ങൾ അത് വെച്ചാൽ ശരി, പുള്ളി സംബന്ധിച്ച് കുഴപ്പമില്ല. പാർട്ടി മോശമാണ്. ചെറിയാൻ ജയിക്കണം. അതിന്റെ ആളെ ജയിക്കത്തുള്ളൂ. എന്തുകൊണ്ടാ അങ്ങനെ ജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റേ ജേക്കബ് എബ്രഹാം നിന്ന് കഴിഞ്ഞാൽ മറ്റേരുമായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ പൈസ മുടക്കാൻ പുള്ളിയുടെ ഇല്ല. ഇതിപ്പോ അതിന്റെ അനുസരിച്ച് പൈസ മുടക്കി കഴിഞ്ഞാൽ കാര്യം ജയിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? കുഴപ്പമില്ല. എത്ര നാളത്തെ ഓരോ കാഴ്ചപ്പാട് വെച്ച് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നി ഇപ്രാവശ്യം UDF ജയിക്കാനാണ് സാധ്യത. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത പറയുന്നത്? അത് ഞങ്ങളുടെ നാട്ടുകാരനാണ്. ജയിക്കുമോ? ജയിക്കാനാണ് സാധ്യത. UDF ആണെങ്കിൽ ജയിക്കും. അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് UDF ഇഷ്ടമാവുകൊണ്ട്. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ ഇഷ്ടം എന്ന് പറയുന്നത്? ഞങ്ങള് പണ്ട് തൊട്ടേ UDF കാരാവുകൊണ്ട് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്.
എന്തുകൊണ്ടാ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്? പുള്ളി അതുപോലെ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആണോ? ജയിക്കും ജയിക്കും എന്നാണ് പറയുന്നത്. എന്നാണ് പറയുന്നത്. അത് നമുക്ക് പറയാനൊക്കത്തില്ല. എന്തുകൊണ്ടാ പറയാൻ ഒക്കാത്തെ? അത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തില് നമുക്ക് പറയാനൊന്നും ഒക്കത്തൊന്നുമില്ല. ആണോ? സാധ്യത ഉണ്ടോ? ഇല്ല, നമുക്ക് പറയാനൊക്കത്തില്ല. അതുകൊണ്ടാ പറയുന്നത്. പൊതുവെ ഉള്ളത് പറയുകയാണെങ്കിൽ ഇടതുപക്ഷം ജയിക്കാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. ഇടതുപക്ഷം ജയിക്കും. റെജി ജയിക്കാൻ സാധ്യതയില്ല. റെജിയുടെ എനിക്കറിയില്ല. ഇടതുപക്ഷത്തിനാണ് കുട്ടനാട് മേഖല എന്ന് പറയുന്നത്. തീർച്ചയായും ഈ വരുന്ന കാലങ്ങളിൽ റെജി ചെറിയാൻ നിന്ന് കഴിഞ്ഞാൽ ജയിച്ചിരിക്കും. കാരണം ഒരു മാറ്റത്തിന്റെ ആവശ്യം ഇടത്തുവായിക്കുണ്ട്. 100% ചെയ്യും. അതെന്തുകൊണ്ടാ? അങ്ങനെ ഇവിടെ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊന്നും പറയാനൊക്കത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും പറയാനൊക്കത്തില്ല. എന്തുകൊണ്ടാ പറയാൻ ഒക്കാത്തെ? പല കാരണങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പം അതങ്ങനെ സാഹചര്യം പല കാരണങ്ങളുണ്ട്. ഏതെങ്കിലും പറയാനൊക്കത്തില്ല. ഇപ്പൊ എങ്ങനെയൊക്കെ 100% സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? അയാൾ നല്ലൊരു ഭരണകർത്താവ് ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണോ? അതെ അതെ. ഞങ്ങളുടെ കുട്ടനാട്ടുകാരായ കോൺഗ്രസ് കൈപ്പറ്റിയിൽ വരണമെന്ന് ആഗ്രഹം. ഞാൻ അപ്പൊ UDF സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കാൻ സാധ്യത ഉണ്ടോ? എന്നെ സംബന്ധിച്ചോളം എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാ താല്പര്യം ഇല്ലാത്തത്? കാര്യം ഒരു 3-4 തവണ തോറ്റിട്ടും പിന്നെ വീണ്ടും അവരുടെ പാർട്ടി വെക്കാന്ന് പറഞ്ഞാൽ അതിനോട് താല്പര്യമില്ല. ഘടകകക്ഷി ശരിയാണ്, അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു പേയ്മെന്റ് സീറ്റിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാ? UDF സ്ഥാനാർത്ഥിയായിട്ട് അതെ. ഞങ്ങൾ വോട്ട് ചെയ്തില്ല. അതുകൊണ്ട്. എന്തുകൊണ്ടാ വോട്ട് ചെയ്യാത്തെ? ഞങ്ങൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരായതുകൊണ്ട് വോട്ട് ചെയ്യത്തില്ല. ഇല്ല. ഇടതുപക്ഷം ജയിക്കാൻ സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ആണ്. കാര്യം LDFനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. LDFനാണ്. അതുകൊണ്ട് റെജി ചെറിയാൻ ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല. വൻപിച്ച ഭൂരിപക്ഷത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തേക്കോ? അത്രയും കോൺഫിഡൻറ്റോ? ഉണ്ട്. എന്തുകൊണ്ടാ? UDF ഏരിയ ആയതുകൊണ്ട് കേരള കോൺഗ്രസ് നിർണായകമായ സ്വാധീനമുള്ളത്. അത് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചല്ലേ പറയാൻ പറ്റും. കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷനാ. ഇവിടെ ആരും ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ മൊത്തത്തിൽ ഭരണം മോശമാണ്. ഇപ്പൊ LDF ആണ് UDF ആണല്ലോ ആര് ഭരിച്ചാലും ഇപ്പൊ പഞ്ചായത്തിൽ മൊത്തത്തിൽ ജയിക്കില്ല. എന്തുകൊണ്ടാ ജയിക്കില്ല? ഇവിടെ വരത്തേണ്ട ആവശ്യമില്ല. കുട്ടനാട്ടിൽ ആളുണ്ടായിരുന്നു. വരുത്തേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. കുട്ടനാട്ടിൽ ആളുണ്ട്. കുട്ടനാട്ടിൽ അതിനുള്ള പറ്റിയ ആൾക്കാരുണ്ട്. UDF ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ UDF എല്ലാവരും ആണ്. ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഉണ്ട്. ഉറപ്പായിട്ട് ജയിക്കും. എന്തുകൊണ്ടാ? അത് ജയിക്കും. ഉറപ്പല്ലേ? ഉറപ്പാണോ? ഉറപ്പാ. എനിക്കറിയില്ല, നിങ്ങളോട് ചോദിക്കുക. ഉറപ്പാ ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനം ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? പക്ഷേ ജയിച്ചെന്നിരിക്കും. പക്ഷേ പ്രവർത്തിക്കാൻ ഇവിടെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കണം. അല്ല കേരള കോൺഗ്രസ് ഒന്നും ഇവിടെ ഇല്ല. പഴയ കാലത്ത് ഇവിടെ കുറെ കേരള കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പം പ്രവർത്തിക്കണം ഇവിടെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കണം. സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാ? പുള്ളി ഒരുപാട് ജനസേവനമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. റെജി ചെറിയാൻ നിന്ന് കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് പൊതുവെ ഒരു നല്ല അഭിപ്രായമുണ്ട് ജനങ്ങൾക്കിടയിൽ. ശരി, അതുകൊണ്ടാണോ? അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് അദ്ദേഹത്തെ പറ്റി വലിയ അറിവില്ല. ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഇവിടെ ജനസമ്മതി ഇല്ലല്ലോ. ഇല്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സാധ്യതയില്ല. എന്തുകൊണ്ടാ? ഞാനൊരു LDF കാരനാണ്. അതുകൊണ്ട് സാധ്യതയില്ല. ജയിക്കാൻ സാധ്യതയില്ല. വോട്ട് ചെയ്യത്തില്ല. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളിപ്പം UDF സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അല്ല, സാധ്യത ഉണ്ടോന്നായി? ഉണ്ട്. ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്? ചാൻസ് നിങ്ങളെ പ്രവർത്തനം എല്ലാം ചാൻസ് ഉണ്ട്. നമുക്കതേ ഉള്ളൂ ഇപ്പം പറയാൻ പറ്റുള്ളൂ. ബാക്കി വന്നിട്ട് കാണാം. ഉറപ്പായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഉറപ്പ് എന്ന് പറയുന്നത്? അതുപോലെ പുള്ളിക്കാണ് സാധ്യത കൂടുതൽ. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഉണ്ട് എന്ന് പറയുന്നത് കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് ജയിക്കും. ആണോ? പുള്ളിയുടെ കാര്യങ്ങൾ എങ്ങനെയാ? നല്ല രീതിയിൽ കൂടെ പ്രവർത്തനം ചെയ്യുന്നു. നല്ല രീതിയിൽ കൂടെ പോകുന്നു. അത് എനിക്ക് അറിയത്തില്ല. പക്ഷേ നല്ല സ്ഥാനാർത്ഥി നിൽക്കണം എന്നാണ് എൻ്റെ താല്പര്യം. കാരണം കുട്ടനാടിന് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അപ്പം കുട്ടനാട്ടിൽ ഏറ്റവും അനുയോജ്യമായ ഏത് പാർട്ടിയല്ല നല്ലൊരു സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. റെജി ചെറിയാൻ ജയിക്കാൻ സാധ്യത ഉണ്ടോ? റെജിയിലും ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആളിനെ കുറിച്ച് കുട്ടനാട്ടുകാർ വിലയിരുത്തുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നല്ല ആളാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കും. ഇവിടെ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. CPM കോട്ടയാണ്. കുറവാണ്. എന്തുകൊണ്ടാ? NCP സ്ഥാനാർത്ഥി സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. LDFന്റെ സ്ഥിരം സീറ്റാണ് കുട്ടനാട്. ഇവിടെ LDF സ്ഥാനാർത്ഥി ആരായാലും CPM ആണ് NCP ആണെങ്കിലും ജനാധിപത്യ കലാപ സ്ഥാനാർത്ഥിയാണ് LDF സ്ഥാനാർത്ഥി ജയിക്കത്തുള്ളൂ. പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒരുപോലൊക്കെ അല്ലേ വരുള്ളൂ. പറയാൻ പറ്റാത്ത അവസ്ഥയാണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ BJP കുറച്ച് വോട്ട് പിടിക്കും. BJP വോട്ട് പിടിക്കും. പിന്നെ UDF LDF തുല്യ ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷം ഒന്നും വരികയില്ല. എനിക്ക് വാർഡ് കമ്മിറ്റിയിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് ഉള്ള ഞാൻ വോട്ട് ചെയ്യത്തില്ല പുള്ളിക്ക്. എന്തുകൊണ്ടാ? ഞാൻ ഇടതുപക്ഷത്തിന് ചെയ്താലും പുള്ളി ചെയ്യത്തില്ല. എന്തുകൊണ്ടാ? ഞങ്ങളുടെ മണ്ഡലത്തിന് ഒരാളെ ഇടണം.
ഞങ്ങളുടെ ഈ കുട്ടനാട്ടുകാരനായ ഒരു മനുഷ്യനെ ഇടണം. ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് ആവശ്യം. ഈ പുള്ളി നിലവിലൊരു MLA ഉണ്ട്, ഇടതുപക്ഷക്കാരനാണ്. പുള്ളിക്ക് ചെയ്തിട്ടില്ല, ഈ പ്രാവശ്യം പുള്ളിക്ക് ചെയ്യും. കോൺഗ്രസ് UDFന്റെ സ്ഥാനാർത്ഥി റെജി ആണെങ്കിൽ ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുള്ളൂ. പരിചയമില്ല എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെ വോട്ട് കൊടുക്കും? വേറെ ആരാന്ന് അറിയത്തില്ല. അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. ഇല്ല, പറയാൻ പറ്റില്ല. ഇപ്പൊ UDF സ്ഥാനാർത്ഥി ആരെന്നാലും ജയിക്കും. എന്തുകൊണ്ട് ആരെന്നാ ജയിക്കുന്നു പറയാം? അത് UDF കോട്ടയുണ്ട്, അതുകൊണ്ടാണ് എന്നാ ജയിക്കുന്നത്. കുട്ടനാട് മണ്ഡലത്തിൽ റെജി ചെറിയാൻ UDF സ്ഥാനാർത്ഥിയായാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം.